യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനമാണ് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ ഒരു ജനതയെ നോക്കി പ്രവചിക്കുകയാണ്. ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. എപ്പോഴും മനുഷ്യൻ ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ ക്ഷീണിച്ചു പോകുക. രണ്ട്, മനുഷ്യൻ ബലമില്ലാത്തവനായി മാറുക. ആത്മീക ജീവിതത്തിൽ ബലമില്ലാത്ത അവസ്ഥയും ക്ഷീണാവസ്ഥയും ഫേസ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ഇസബേലിനെ വെല്ലുവിളിക്കുകയും ബാലിന്റെ പ്രവാചകന്മാരെ ഇല്ലായ്മപ്പെടുത്തുകയും ചെയ്ത ഏലിയാവ് എന്ന മനുഷ്യൻ മനസ്സ് ക്ഷീണിച്ചപ്പോൾ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പോയി കിടന്ന് എനിക്ക് മരിച്ചാ മതിയെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാം. ഒരു മനുഷ്യന്റെ മനസ്സ് ക്ഷീണിക്കുമ്പോഴാണ് അവന് ബലഹീനനായി മാറുന്നത്. ജീവിതത്തെക്കുറിച്ച് മടുപ്പുണ്ടാകും, ജീവിക്കേണ്ടാന്ന് തോന്നും. അതിന്റെ എല്ലാം കാരണം മനസ്സ് ക്ഷീണിക്കുമ്പോഴാണ്. എന്നാൽ ഇവിടെ യെശയ്യാവ് ആത്മാവിൽ പ്രവചിക്കുക. എന്താ പ്രവചിക്കുന്നതെന്ന് കേട്ടെ? ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി തരുന്നു. ഇനി വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം ദൈവശക്തിയാൽ നിറയപ്പെട്ട ഒരു ജീവിതമാണ്. പരാജയമെന്ന പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിട്ടിട്ട് നിങ്ങളുടെ വീഴ്ച കണ്ട് ചിരിക്കുവാൻ കൊതിക്കുന്ന 100 ആൾക്കാരുടെ മുൻപിൽ വെച്ച് ദൈവം നിന്നോട് പറയുകയാണ്, നീ ക്ഷീണിച്ചിരിക്കേണ്ടവനല്ല, എന്റെ ശക്തി ധരിക്കേണ്ടവനാണ്. ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും. 112-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നീ ബലപ്പെടണം, നിന്റെ സന്തതി ബലപ്പെടണം. നിന്റെ ക്ഷീണാവസ്ഥകൾ മാറി ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് ശക്തിയെ പ്രാപിച്ച് നിന്റെ ബലമില്ലാത്ത അവസ്ഥ മാറി ദൈവത്തിൽ നിന്ന് ബലപ്പെടുന്ന അനുഭവങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കൺമുമ്പിൽ കാണുന്നതും കേൾക്കുന്നതുമായ പല പ്രതിബന്ധങ്ങൾ ഞങ്ങളുടെ ആത്മീക മുന്നേറ്റത്തെ ക്ഷീണിപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ ആത്മീക ബലത്തെ കെടുത്തുമ്പോൾ, അങ്ങയിൽ നിന്നുള്ള ശക്തിയും അങ്ങയിൽ നിന്നുള്ള ബലവും ഞങ്ങളുടെ മേൽ വരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ശക്തി കൊണ്ട് നിറയ്ക്കും, ബലമില്ലാത്ത നിന്നെ ബലം കൊണ്ട് നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു.